നല്ല ടേസ്റ്റി ഉന്നക്കായി നല്ല പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടോക്കാം. അതിനായിട്ട് അധികം പഴുക്കാത്ത 3 നേന്ത്രപ്പഴം നമുക്കൊരു 5 മിനിറ്റ് ആവിയിൽ വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഇനി ഒരു പാനിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് അതിലേക്ക് കുറച്ച് കാഷ്യൂ നട്ട്സും കുറച്ച് കിസ്മിസും ഒരു 1/2 കപ്പ് തേങ്ങ ചിരവിയതും മധുരത്തിന് ആവശ്യമുള്ളത്തിന് പഞ്ചസാരയും കുറച്ച് ഏലക്കാപ്പൊടിയും കൂടിയിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി വെക്കാം. ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പഴം അധികം ചൂടാറുന്നതിന് മുമ്പ് തന്നെ ഒരു ബൗളിലേക്ക് ഇട്ട് അതിൻ്റെ നടുവിലുള്ള ഒരു കറുത്ത മണികളൊന്ന് മാറ്റി നന്നായിട്ട് ഇതുപോലെ ഒന്ന് മാഷ് ചെയ്തെടുക്കാം. ഇനി കൈ വെച്ച് നന്നായി കുഴച്ചെടുത്തതിന് ശേഷം നമുക്ക് ചെറിയ ഉരുളകളായി എടുത്ത് കൈപ്പത്തിയിൽ വെച്ച് ഇതുപോലെ പരത്തിയതിന് ശേഷം തേങ്ങയുടെ ഫില്ലിങ്ങും കൂടെ വെച്ച് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഫില്ലിങ് ഒട്ടും പുറത്ത് പോവാതെ ഇതുപോലെ നീളത്തിൽ ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാം ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാനിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിന് എണ്ണ ചൂടാക്കാൻ വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്ക് ഈ ഉന്നക്കായ ഓരോന്നും തിരിച്ചും മറിച്ചും ഇട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആകുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. ഇനി എണ്ണയിൽ നിന്ന് കോരി മാറ്റി വയ്ക്കാം. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഉന്നക്കായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു സ്നാക്ക് എന്തായാലും